ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ബി.ജെ.പിയെ പുകഴ്ത്തി വാരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രം. ജീവദീപ്തി മാസികയിലെ മുഖപ്രസംഗത്തിൽ ആലപ്പുഴ രൂപതയിലെ വൈദികൻ ഫാദർ സേവ്യർ കുടിയാംശേരി എഴുതിയ ലേഖനത്തിലാണ് ബി.ജെ.പിയെ അയിത്തം കൽപ്പിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നത്. ബി.ജെ.പി കരുത്തോടെ ഇന്ത്യ ഭരിക്കുന്നു. അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. വിദേശ നയം പ്രശംസനീയമാണ്. മോദിക്ക് വിദേശത്ത് ഏറെ സ്വീകാര്യതയുണ്ട്. മോദി ഭരണത്തിൽ അഴിമതിയില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. ബി.ജെ.പി കേരളത്തിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ബി.ജെ.പിയെ ഇനിയും അയിത്തം കൽപ്പിച്ച് പുറത്തു നിർത്തേണ്ടതില്ല. അങ്ങനെ ചെയ്താൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തും. അതിലും നല്ലത് നമുക്ക് അകത്ത് കടക്കുകയല്ലേ വേണ്ടതെന്നും ലേഖനത്തിൽ ചോദിക്കുന്നു. കോൺഗ്രസിനെയും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. അട്ടിപ്പേറായി കിടന്ന് കോൺഗ്രസിൽ മാത്രം വോട്ട് ചെയ്യാൻ ഈ പാർട്ടി നമുക്ക് എന്ത് ചെയ്തു എന്നും ലേഖനത്തിൽ ചോദിക്കുന്നു. ഇടതുപക്ഷത്തെയും ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പാർട്ടിക്കാരെ മാത്രമേ സേവിക്കൂ. അതിനുവേണ്ടി ഏത് നിയമവും കാറ്റിൽ പറത്തും. മാത്രമല്ല, ദേശീയ തലത്തിൽ വലിയ പ്രതീക്ഷയില്ലാത്ത പാർട്ടിയാണിത്. അതിനേക്കാളുപരി കുറേ ക്രിമിനലുകളുടെ സങ്കേതമായി മാറിക്കഴിഞ്ഞു. പോരാഞ്ഞിട്ട് കമ്മ്യൂണിസം അറിയാവുന്നവർ ആരും ഈ പാർട്ടിയിൽ ഇപ്പോഴില്ല. അതിനാൽ അവരെ ആ വഴിക്ക് വിടുക എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. UDF, LDF സഖ്യങ്ങൾ വർഗീയ പ്രീണനമാണ് തുടരുന്നതെന്നും രണ്ട് പാർട്ടിയുടെയും സത്ത വർഗീയതയാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. അതിനിടെ വിവാദ ചിത്രം കേരള സ്റ്റോറി ഇടുക്കി രൂപതയിലെ പള്ളികളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ദൂരദർശൻ സിനിമ സംപ്രേഷണം ചെയ്യുന്നതിന് തൊട്ടുതലേന്നായിരുന്നു ഇടുക്കി രൂപത വിവാദ ചിത്രം പ്രദർശിപ്പിച്ചത്. ചിത്രം ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് പ്രദർശിപ്പിച്ചതെന്നാണ് ഇടുക്കി അതിരൂപത മീഡിയ ഡയറക്ടർ പറഞ്ഞത്. ഇടുക്കി രൂപതയിൽ 10 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉണ്ടെന്നും രൂപതയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നു. അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നും രൂപത പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേരള സ്റ്റോറിയുടെ പ്രദർശനം നടന്നത്. വചനോത്സവത്തിൻ്റെ ഭാഗമായാണ് വിവാദ ചിത്രത്തിൻ്റെ പ്രദർശനം നടന്നത്. പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിപാടിയിൽ സംസാരിച്ചത്. ലവ് ജിഹാദിനെക്കുറിച്ചും പരിപാടിയിൽ പരാമർശങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്ക് മുന്നിൽ ഒരു വർഗീയ ആശയത്തെക്കുറിച്ച് പറയാൻ ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ലെന്ന് അതിരൂപതയുടെ മീഡിയ ഡയറക്ടർ വിശദീകരിച്ചു. പ്രണയക്കുരുക്കിലായി തീവ്രവാദത്തിലേക്ക് പോകുന്ന ലവ് ജിഹാദ് ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും ദി കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോഴും ഒരു തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും നടത്തിയിട്ടില്ലെന്നും അതിരൂപത വിശദീകരിച്ചു.